ഹലോ, എല്ലാവർക്കും നമസ്കാരം. മണ്ണുത്തി ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മണ്ണുത്തി ഗാർഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഓൺലൈൻ നഴ്സറിയാണ്. ഒരു 5 വർഷമായിട്ട് നമ്മൾ DTDC ത്രൂ ഓൾ ഇന്ത്യ ഡെലിവറി ചെയ്യുന്നുണ്ട്. അധികം കംപ്ലൈൻറ്റുകളൊന്നും വരാതെയാണ് നമ്മൾ സർവീസ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ എക്സോട്ടിക് പ്ലാന്റ്സ്, ഫ്രൂട്ട് പ്ലാന്റ്സ്, ഓർണമെൻ്റൽ പ്ലാന്റ്സ്, പിന്നെ ഔഷധ ചെടികൾ, ഇതുപോലത്തെ ചെടികളൊക്കെയാണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് വില ഈടാക്കാതെ അഫോർഡബിൾ പ്രൈസസിലാണ് നമ്മൾ ചെടികൾ എത്തിച്ചു കൊടുക്കുന്നത്. കൊറിയർ ചാർജാണ് മെയിൻലി വരുന്നത്. ചെടികളുടെ അധികം പൈസ നമ്മൾ എടുക്കുന്നില്ല. അപ്പോൾ ഒന്നിച്ച് 2-3 ചെടികളൊക്കെ ഒന്നിച്ച് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കൊറിയർ ചാർജിനകത്ത് ഇപ്പോൾ ഒരു 70 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 3-4 ചെടികൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ലാഭമായിരിക്കും. നിങ്ങൾ വന്ന് വാങ്ങുന്ന ഒരു എമൗണ്ടേ വരുള്ളൂ. പിന്നെ ഇതിലെന്തെങ്കിലും ഒരു ഡാമേജൊക്കെ വരാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പുതിയൊരു പ്ലാന്റ് സെൻഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് അഗസ്ത്യാർ ചീര അല്ലെങ്കിൽ അഗത്തിച്ചീര എന്നൊക്കെ പറയുന്നതാണ്. ഇപ്പോൾ ശരിക്കും ഇത് പറഞ്ഞൊരു പയറുവർഗ്ഗത്തിൽപ്പെട്ട ചെടിയാണ്. മുരിങ്ങയില പോലെ ചെറിയ ഇലയായിട്ടുള്ളതാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ എല്ലാതും, അതായത് പൂവും വേരും കായും എല്ലാം ഒരുപോലെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പൂ കാണാൻ നല്ല ഭംഗിയാണ്. പല നിറത്തിലിത് കാണാൻ പറ്റും. അതായത് ചുവപ്പും വെള്ള നീല രൂപത്തിലൊക്കെ ഇതിനെ കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു അരിവാൾ പോലെ വളഞ്ഞിരിക്കുന്നതുകൊണ്ട് ഒരു നല്ല പ്രത്യേക ഭംഗിയുള്ളതായതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ മുറ്റത്ത് നല്ല ഭംഗിയായിട്ട് വളർത്താനും ഇത് പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഈ ചീര തൈകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു ചെടിക്ക് 40 രൂപ വെച്ചിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ വേറെ ഏതെങ്കിലും ടൈപ്പ് ചെടികൾ, ഇപ്പോൾ ഗന്ധരാജ അല്ലെങ്കിൽ നീലമരി, അങ്ങനത്തെ ഏതെങ്കിലും ടൈപ്പ് ചെടികളും കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് കൊറിയർ ചാർജ് കുറച്ചും കൂടി ലാഭമാവും. അപ്പോൾ ഇതൊരു ഔഷധ സസ്യമാണ്. പറഞ്ഞ പോലെ രോഗപ്രതിരോധ ശേഷിയൊക്കെ കൂട്ടാനായിട്ട് പറ്റും. ക്യാൻസറിനെ പ്രതിരോധിക്കാം. പിന്നെ നമുക്ക് വരുന്ന ഇടുപ്പ് വേദന, സന്ധിവാതം, ഇതൊക്കെ കുറയ്ക്കാനായിട്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെയധികം യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇത് നമുക്ക് തോരൻ വെച്ച് കഴിക്കാം. അപ്പോൾ പ്രമേഹത്തെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാനും. അപ്പോൾ ഇത് ഏകദേശം ഒരു 6 മീറ്റർ മുതൽ 8 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്നതാണ്. 5 വർഷം വരെയാണ് ഇതിൻ്റെ ഒരു ചെടിയുടെ കാലാവധി. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇഷ്ടംപോലെ കായൊക്കെ കിട്ടും. അപ്പോൾ ഇത് അധികമായി അമൃത് വിഷെന്ന് പറഞ്ഞ പോലെ നമ്മൾ ഡെയിലി ഇത് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ഇത് നടുന്ന സമയത്ത് ചാണകം അല്ലെങ്കിൽ കമ്പോസ്റ്റ് അടിവളമായിട്ട് കൊടുക്കണം. അപ്പോൾ എങ്കിൽ മാത്രം നല്ലോണം കായ ഇതിൽ നമുക്ക് കിട്ടാം. പിന്നെ മൈഗ്രെയിൻ പോലെ തലവേദന, കുട്ടികൾക്കുള്ള കൃമിശല്യത്തിന് വളരെ ഉപകാരപ്രദമാണ്. അപ്പോൾ ഇതിൽ കാണിക്കുന്ന ചെടികളൊക്കെ നമ്മളിപ്പോൾ കൊടുക്കുന്നതാണ്. കുറ്റിമുല്ല അല്ലെങ്കിൽ ഈ കവുങ്ങ്, പിന്നെ ഗന്ധരാജ, ഇങ്ങനത്തെ ചെടികൾ, കൊടുവേലി, ഇതെല്ലാം നമ്മളിപ്പോൾ